യുക്രൈനിൽ ആക്രമണം അതിതീവ്രമാക്കി റഷ്യൻ സേന. 400-ലേറെ മിസൈൽ ആക്രമണങ്ങളാണ് റഷ്യ നടത്തിയത്. കീവിലെ ടിവി ടവറിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ മരിച്ചു. В этом доме есть человек, вот в этом доме. Аккуратно, стучите, покуйните надо. Давай. വടക്കു പടിഞ്ഞാറൻ നഗരമായ സൈറ്റമിറിൽ ആശുപത്രിയിൽ ക്രൂയിസ് മിസൈൽ പതിച്ച് 2 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചു. ഇതിനിടെ 2 റഷ്യൻ മാധ്യമങ്ങൾക്ക് റഷ്യ വിലക്കേർപ്പെടുത്തി. യുദ്ധത്തെ വിമർശിക്കുന്നത് അടക്കമുള്ള പരാമർശങ്ങളിലാണ് മാധ്യമങ്ങളെ വിലക്കിയത്. റഷ്യക്കെതിരായ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്ക. റഷ്യയിലെ വിൽപ്പന മരവിപ്പിച്ച് ആപ്പിൾ കമ്പനിയും രംഗത്ത് വന്നു. അതേസമയം 2ാം വട്ട സമാധാന ചർച്ച ഇന്ന് നടക്കും. വാർ ഡെസ്കിൽ നിന്ന് സജീവ് സിവാരിയൊപ്പം ചേരുന്നു. സജീവ്, യുദ്ധ ദുരന്തങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ഒരു വശത്ത് കാണുന്നത്. ഇപ്പോഴെന്താണ് അവസ്ഥ യുക്രൈൻ്റെ? കൃഷ്ണരാജ്, റഷ്യ യുക്രൈനിലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കീവിലേക്ക് 40 മൈൽ നീളത്തിലുള്ള റഷ്യൻ സേനയുടെ വ്യൂഹമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സേന നീങ്ങുന്നു. അതേസമയം മിസൈൽ ആക്രമണങ്ങൾ വിവിധയിടങ്ങളിലായി നടത്തുന്നു. ക്രൂയിസ് മിസൈൽ പതിച്ച ആശുപത്രിയിലെ 2 പേർ, അതായത് സൈറ്റമറിലെ ആശുപത്രിയിലെ 2 പേർ മരിച്ചതായി യുക്രൈൻ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 3 പേർ പരിക്കേറ്റ് ചികിത്സയ്ക്കായി മാറ്റിയെന്നും അവർ അറിയിക്കുകയുണ്ടായി. എന്നാൽ കൂടുതൽ അപായം, അതായത് കൂടുതൽ പേർ മരിച്ചതായി വിവരമുണ്ട്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ കീവിലെ ടിവി ടവറിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഇത്തരത്തിൽ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണം ഒരു വശത്തും കരസേന കീവ് പിടിക്കാനായി ലക്ഷ്യമിട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് യുക്രൈനെ വരുതിയിലാക്കുക എന്നതാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള ശക്തമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. കൃഷ്ണരാജ്, സജീവ്, അതായത് റഷ്യ തനി നിറം പുറത്തു കാട്ടുന്നു. ഇത്രനാൾ സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ ഉപരോധങ്ങളോ ഒക്കെ റഷ്യയും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ റഷ്യയും ഒരല്പം ആശങ്കപ്പെട്ടിരുന്നു. ഇന്നലെ മുതൽ അങ്ങോട്ട് കയറി അടിക്കുകയാണ്. അതായത് റഷ്യയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നു, അവരുടെ കരുത്ത് തെളിയിക്കപ്പെടുന്നു. അതായത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിൽ ഒപ്പുവെച്ചതോടുകൂടി റഷ്യ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. കാരണം യുക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകുന്നതോടുകൂടി 2 ചേരി തമ്മിലുള്ള ആക്രമണമായി, അല്ലെങ്കിൽ 2 ചേരികൾ തമ്മിലുള്ള യുദ്ധമായി അത് വലിയ തോതിൽ വികാസം പ്രാപിക്കും. അത്തരത്തിലുള്ള ഒരു യുദ്ധം റഷ്യ ആഗ്രഹിക്കുന്നില്ല. അതേസമയം എത്രയും പെട്ടെന്ന് യുക്രൈനെ വരുതിയിലാക്കുകയും അത് യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള നിലപാട് മാറ്റുകയും, അതായത് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണാധികാരിയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അല്പം സൈന്യത്തെ നിലനിർത്തുകയും ബാക്കിയുള്ള സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. എന്നാൽ 7ാം ദിവസം ഇന്ന് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ യുക്രൈനെ എളുപ്പത്തിൽ തോൽപ്പിക്കുക സാധ്യമല്ല എന്ന് റഷ്യ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കൂടുതൽ പേർ ചെറുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ പേർ യുക്രൈനിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ സൈനിക പരിശീലനം ലഭിച്ച ആളുകൾ, അതുപോലെ സന്നദ്ധ സേവകർ, ഇവരെല്ലാം തന്നെ ആയുധങ്ങളുമായി യുക്രൈനിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. അവരെല്ലാം തന്നെ റഷ്യൻ സേനയ്ക്കെതിരെ യുദ്ധത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കീവ് പിടിക്കുന്നതോടുകൂടി, തലസ്ഥാന നഗരമായ കീവിനെ അധീനതയിലാക്കുന്നതോടുകൂടി, സെലൻസ്കിയെ വരുതിയിലാക്കുന്നതോടുകൂടി യുക്രൈനെ പൂർണ്ണമായും അധീനതയിലാക്കാൻ കഴിയുമെന്നാണ് റഷ്യ പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണൻ, ഇന്നലെ വരെ 4 ലക്ഷത്തോളം അഭയാർത്ഥികൾ എന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്. ഏകദേശം 40 ലക്ഷത്തോളം പേർ വരെ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ സെലൻസ്കി പറയുന്നു പലായനം ചെയ്തു പോയ 80,000-ഓളം പൗരന്മാർ
യുദ്ധസന്നദ്ധരായി റഷ്യയെ നേരിടാനൊരുങ്ങി ചെറുത്തുനിൽപ്പിനായി തിരിച്ചു വന്നു എന്ന് എത്ര കണ്ട് വിശ്വസിക്കണം ഈ വാക്കുകളെ? യുദ്ധത്തിനിടെയുള്ള ഇത്തരം അവകാശവാദങ്ങളെ നമ്മൾ ഒരു അളവ് വരെ വിശ്വസിച്ചാൽ മതിയാകും. എങ്കിൽ പോലും ഒരു കാര്യം സത്യമാണ്. നേരത്തെ 78% പിന്തുണയോട് കൂടിയാണ് സെലൻസ്കി അധികാരത്തിൽ ഏറിയതെങ്കിൽ ഇപ്പോൾ 90%-ലേറെ ആളുകൾ യുക്രൈൻ നിവാസികൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. യുദ്ധസന്നദ്ധരായി ഒട്ടേറെ പേർ വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ജയിലുകളിലുള്ള തടവുകാരെ മോചിപ്പിച്ചുകൊണ്ട് അവരെ യുദ്ധത്തിനിറക്കുന്ന ഒരു തന്ത്രവും സെലൻസ്കി ഇതിനിടെ മെനഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ചെറുത്തു നിൽക്കുക എന്നുള്ള നീക്കമാണ് യുക്രൈൻ നടത്തുന്നത്. വലിയ രാജ്യമായ റഷ്യയ്ക്ക്, വലിയ സന്നാഹങ്ങളുള്ള റഷ്യയ്ക്ക് 7 ദിവസമായിട്ടും യുക്രൈൻ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ സേനയുടെ മൊറയിലിനെ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനാൽ 75% മുക്കാൽ പങ്കും റഷ്യൻ സേനയുടെ മുക്കാൽ പങ്കും അതിർത്തിയിലുള്ള റഷ്യൻ സേനയുടെ മുക്കാൽ പങ്കും ഇപ്പോൾ യുക്രൈനിൽ കടന്നു കയറിയതായാണ് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, റഷ്യയ്ക്ക് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയും പ്രതികരിക്കുന്നില്ല എന്ന ധാരണ തെറ്റാണ് എന്ന് റഷ്യയെ ഓർമ്മപ്പെടുത്തുന്നു. യുക്രൈന് പിന്നിൽ സഹായങ്ങൾ എത്തിച്ച് സജീവമാണ് അമേരിക്ക എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയും മറുവശത്ത് വാക്കുകൊണ്ടെങ്കിലും കൂടുതൽ കടുപ്പിക്കുകയാണോ? റഷ്യ കരുതിയിരുന്നോളൂ എന്ന സൂചനയാണോ അത്? റഷ്യയുമായി നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ യൂറോപ്യൻ യൂണിയനോ അതിനെ നയിക്കുന്ന അമേരിക്കയോ ലക്ഷ്യമിടുന്നില്ലായിരുന്നു. എന്നാൽ ദിവസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ എത്രയും സമ്മർദ്ദം റഷ്യയിൽ ചെലുത്താമോ അത് ചെലുത്തുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ എത്രയും കൂടുതൽ ഉപരോധം ശക്തമാക്കുമോ അത്രയും ഉപരോധം ശക്തമാക്കുകയാണ്. സ്വിറ്റ്സർലൻഡ് പോലുള്ള യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യങ്ങൾ പോലും റഷ്യക്കെതിരെ നിലപാട് എടുത്തത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് നടക്കുന്ന അടുത്ത ഘട്ടത്തിലെ ചർച്ചയിൽ റഷ്യയെ കുറെ കൂടി സമ്മർദ്ദത്തിലാക്കിയാൽ ചർച്ചയ്ക്ക് സമാധാനത്തിനുള്ള സാധ്യത കൂടുതൽ തെളിയും എന്നാണ് ഇത്തരം രാജ്യങ്ങൾ വിചാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും ലോക മനസാക്ഷിക്ക് മുമ്പിൽ റഷ്യ കുറ്റവാളിയായി നിൽക്കുമ്പോൾ ബൈഡന് അങ്ങനെ പറയാതിരിക്കാൻ കഴിയുകയുമില്ല. കൃഷ്ണരാജ്, ആപ്പിൾ റഷ്യയിലെ വിൽപ്പന മരവിപ്പിച്ചിരിക്കുന്നു. യൂട്യൂബ് വിലക്ക്, ബാങ്കിംഗ് വിലക്ക്, മറ്റു പലതരം ഉപരോധങ്ങൾ. 4 പാട് നിന്ന് യുക്രൈനെ റഷ്യ ആക്രമിക്കുന്നത് പോലെ 4 ചുറ്റും നിന്ന് സാമ്പത്തികമായ ഉപരോധം കടുപ്പിക്കുകയാണോ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കമുള്ള മറ്റു രാഷ്ട്രങ്ങൾ? യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ഉപരോധം പ്രതീക്ഷിച്ചാണ് റഷ്യ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഏത് തരത്തിലുള്ള ഉപരോധത്തെയും ചെറുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു. 2-3 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു വ്യാമോഹവും റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഉപരോധം വന്നാൽ പോലും സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉപരോധത്തിൽ അയവ് വരുത്താനുള്ള സാഹചര്യം വരും. 2014 ക്രിമിയ പിടിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ പോലെ ഇത്തവണയും സംഭവിക്കുകയുള്ളൂ എന്നാണ് റഷ്യ പ്രതീക്ഷിച്ചതെന്ന് വേണം കരുതാൻ. എന്നാൽ ഇത്തവണ വലിയ തോതിലുള്ള ഉപരോധമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതിലൊന്നും അംഗമല്ലാത്ത യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും 47 ലക്ഷം കോടി റിസർവാണ് അവർക്കുള്ളത്, വിദേശ നാണ്യത്തിൻ്റെ റിസർവ്. ഈ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഏതാനും മാസങ്ങൾക്കകത്ത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ പോലും സാമ്പത്തികമായി വലിയ റൂബിളിൻ്റെ ഈ മൂല്യമെല്ലാം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങളാണ്. അത്തരം ഘടകങ്ങൾ റഷ്യയെ സമാധാനത്തിന് പ്രേരിപ്പിക്കുമോ എന്നാണ് നമുക്കിനി കണ്ടറിയാനുള്ളത്. കൃഷ്ണരാജ്, ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് റഷ്യ. കീവും ഹാർക്കിവും പിടിക്കാൻ ഉറച്ച് മുന്നേറുന്നു സൈന്യം. ഇന്നലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നത് 64 കിലോമീറ്റർ നീളമുള്ള സൈന്യമാണ് ഹാർക്കീവിനെ യുക്രൈനെ ലക്ഷ്യമാക്കി മുന്നേറുന്നത് എന്നതാണ്. ഏതായാലും ചെറുത്തു നിൽക്കാനുള്ള അവസാന ശ്രമവും യുക്രൈൻ നടത്തുന്നു. അമേരിക്ക മുന്നറിയിപ്പുമായി വരുന്നു. നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും വെറുതെ ഇരിക്കുമെന്ന ധാരണ വേണ്ട എന്ന് പറയുന്നു. ഇന്നലെ ഒരു നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞത്
ഇപ്പോഴും നടക്കുന്നത് സംഘർഷമാണ് എന്നേ പറയാനാകൂ. പാശ്ചാത്യ രാജ്യങ്ങൾ, നാറ്റോ, അമേരിക്ക ഒക്കെ യുക്രൈൻ്റെ പക്ഷത്തേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ റഷ്യയും അത്തരം രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് യുദ്ധം തുടങ്ങുക എന്നാണ്. പക്ഷേ കാണുന്ന ദൃശ്യങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ്. ആശുപത്രികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. അത്തരത്തിൽ യുദ്ധനീതി നടപ്പാകാത്ത വിധം കടന്നാക്രമിക്കുകയാണ് റഷ്യ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ആശുപത്രിയിൽ ക്രൂസ് മിസൈൽ പതിക്കുന്നു. അതേസമയം രണ്ടാം വട്ട സമാധാന ചർച്ച ഇന്ന് നടക്കാനിരിക്കുകയാണ്. സജീവ് സി വാര്യർ, 3 റൗണ്ട് ചർച്ചകൾ നടന്നു ബെലാറൂസിൽ വെച്ച്. 4മതൊരു റൗണ്ടിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ ആദ്യ 3 റൗണ്ടുകളിൽ ഉണ്ടായിരിക്കണമല്ലോ. എന്തു പ്രതീക്ഷിക്കണം ഇന്ന്? അന്ന് ബെലാറൂസ് കൂടി അംഗമായിരിക്കുന്ന ചേർന്നിട്ടുള്ളൊരു ചർച്ചയാണ് നടന്നത്. 3 രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച എന്ന പോലെയാണ് ചർച്ച നടന്നത്. ബെലാറൂസിൻ്റെ അതിർത്തിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ ആ റഷ്യൻ സംഘത്തിൻ്റെ തലവനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുടിൻ്റെ നിലപാട്, അതോടൊപ്പം സെലൻസ്കിയുടെ നിലപാട്, ഇത് രണ്ടും ഈ സംഘങ്ങൾ തിരിച്ചുപോയി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പോളണ്ടിൻ്റെയും ബെലാറൂസിൻ്റെയും അതിർത്തിയിൽ വെച്ചുള്ള ഇന്നത്തെ ചർച്ച നടക്കാൻ ഇരിക്കുന്നത്. ഇന്ന് ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ചർച്ച നടക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം സമ്മർദ്ദം റഷ്യയ്ക്ക് മേൽ ഏറുന്നതനുസരിച്ച് സമാധാനത്തിനുള്ള സാധ്യതകൾ കൂടി ഏറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സാധ്യതയാണ്. അതായത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, യൂറോപ്യൻ യൂണിയനിലെ അംഗത്വത്തിനുള്ള നീക്കത്തിൽ നിന്ന് യുക്രൈൻ മാറണം. രണ്ടാമത്തെ കാര്യം, യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സൈന്യം മാറണം, റഷ്യൻ സൈന്യം മാറണമെന്ന് സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനിലെ അംഗത്വത്തിലേക്കുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് റഷ്യയും ആവശ്യപ്പെടുന്ന ഈ 2 ഉപാധികൾക്ക് പുറത്താണ് ചർച്ച നടക്കേണ്ടത്. എന്നാൽ ഇതിനിടയിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ഈ ചർച്ചകളിൽ നിന്ന് ഇനിയും വ്യക്തമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണരാജ്, സെലൻസ്കിക്ക് ഈ യുദ്ധത്തിന് മുൻപ് വരെ 30% ജനങ്ങളുടെ പിന്തുണയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ സജീവ് സി വാര്യർ തന്നെ അല്പം മുമ്പ് പറഞ്ഞത് മഹാഭൂരിപക്ഷവും സെലൻസ്കിക്ക് പിന്തുണയുമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ്. മറുവശത്ത് പുടിനെതിരെ പ്രതിഷേധം റഷ്യയിലുണ്ടാകുന്നുണ്ട്. അതായത് അവിടെ പുടിൻ്റെ സർവസമ്മതി താഴേക്ക് പോവുകയാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സർവസമ്മതി വലിയ ഘടകമല്ല. കാരണം അദ്ദേഹം സ്വന്തം അധികാരം നിയമപരമായി ഉറപ്പിച്ച ആളാണ്. ജീവിതാവസാനം വരെ ആ അധികാരം നിലനിർത്താനുള്ള ഭേദഗതിയെല്ലാം ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ഒരു പരിധിവരെ പുടിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. കാരണം അദ്ദേഹം സ്വേച്ഛാധിപതി കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇപ്പോൾ തടവിലാക്കപ്പെട്ടു. സജീവ് സി വാര്യർ, അവിടെ പ്രതിഷേധം ശക്തമാണ്. പ്രതിഷേധക്കാരെ എവിടെ പ്രതിഷേധം തുടങ്ങുന്നുവോ അവിടെ അവസാനിപ്പിക്കാനാണ് റഷ്യ നീക്കം നടത്തുന്നത്. 2 മാധ്യമങ്ങൾക്ക് വിലക്ക് പോലും ഏർപ്പെടുത്തുന്നു. അതായത് രാജ്യത്തിനുള്ളിൽ നിന്നുള്ള എതിർപ്പുകളെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന തന്ത്രമാണോ റഷ്യ നടപ്പിലാക്കുന്നത്? റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളാണ് അതെല്ലാം. കാരണം ടി വി റെയിൻ, അതുപോലെ എക്കോ ഓഫ് മോസ്കോ എന്നീ 2 മാധ്യമങ്ങളെയാണ് ഇന്നലെ രാത്രിയിൽ റഷ്യ വിലക്കിയത്. ഈ മാധ്യമങ്ങൾ 2ഉം ഓണെയറിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഏതെങ്കിലും ചെറിയ പരാമർശങ്ങൾ പോലും സഹിക്കാവുന്നതല്ല എന്നുള്ള നിലപാടാണ് പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പുടിൻ ഭരണകൂടത്തിൻ്റെ നടപടികളിലൂടെ ജയിലുകളിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കഴിഞ്ഞു. റഷ്യൻ പട്ടാളക്കാർ കൂടുതൽ മരിക്കുന്നതും കൂടുതൽ ആളപായം ഉണ്ടാകുന്നതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കും. കാരണം തങ്ങളുടെ ആളുകളാണ് മരിക്കുന്നത് എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അതും പ്രതിഷേധം കനക്കാനുള്ള സാഹചര്യമാണ്. അതിനാൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഒരു പരിധിവരെ റഷ്യയുടെ കൂടി ആവശ്യമാണ്. പക്ഷേ അത് വിജയത്തിന് ശേഷമായിരിക്കണം എന്നതാണ് പുടിൻ്റെ ലക്ഷ്യം. സജീവ് സി വാര്യർ, ഒരു കാര്യം കൂടി, ഈ വളരെ എളുപ്പം യുക്രൈനെ കീഴടക്കാനുള്ള സാമ്പത്തിക ശേഷിയും സൈനിക ശേഷിയും റഷ്യയ്ക്കുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ആക്രമിക്കുക, കീവടക്കമുള്ളവ പിടിച്ചെടുക്കുക എന്ന റഷ്യയുടെ തന്ത്രത്തെ മറികടക്കാൻ കീവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കീവിൽ തന്നെ തുടരുക എന്ന തന്ത്രമാണ് യുക്രൈൻ സേന നടപ്പിലാക്കിയത്.
ഒരു പരിധിവരെ മറ്റു രാഷ്ട്രങ്ങളുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടുകയും ചെയ്തു. ആ നിലയ്ക്ക് കീവിൽ തിരിച്ചടിക്കാനുള്ള സെലൻസ്കിയുടെ തീരുമാനമാണോ ഒരു പരിധിവരെ റഷ്യയ്ക്ക് പുടിന് ഇതുവരെ തിരിച്ചടിയായത്? അതായത് സൈന്യത്തോട് ഈ അധികാരം പിടിച്ചുകൊണ്ട് സൈന്യത്തോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് പുടിൻ ആവശ്യപ്പെടുക വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ സൈന്യം വളരെ ആത്മാർത്ഥതയോടുകൂടി സെലൻസ്കിയുടെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് തുടരുകയാണ് ചെയ്തത്. യുക്രൈൻ സൈന്യത്തെ തോൽപ്പിക്കാൻ എളുപ്പം ആകില്ല എന്നുള്ളതാണ് റഷ്യയ്ക്ക് ഇത്രയും ദിവസങ്ങൾക്കകം മനസ്സിലായത്. കീവിനെ റഷ്യൻ പടയാളികൾ അകത്ത് കടക്കാത്ത വിധം ഭദ്രമാക്കുക എന്ന തന്ത്രം നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്. കൃഷ്ണരാജ് ചോദിച്ച പോലെ അത് ശരിയാണ്. അതേസമയം മറ്റു നഗരങ്ങളെ കൂടി റഷ്യൻ അധീനതയിൽ നിന്ന് മോചിപ്പിക്കാനോ അല്ലെങ്കിൽ റഷ്യൻ അധീനതയിലാകാതെ സൂക്ഷിക്കാനോ യുക്രൈൻ സൈന്യം ശ്രമിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം പുടിൻ്റെ പോലെ വലിയ തോതിലുള്ള തന്ത്രപ്രധാനമായ നടപടികൾക്ക് കഴിവുള്ള ആളാണെന്ന് ഇതുവരെ ലോകം വിശേഷിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു ഹീറോ ആയി മാറിക്കഴിഞ്ഞ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ആ ചെറുത്തുനിൽപ്പ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ്. അതിതീവ്ര ആക്രമണമാണ് കീവിലും ഹാർക്കീവിലും റഷ്യൻ സേന നടത്തുന്നത്. സൈറ്റമിറിലെ ആശുപത്രിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. പലായനം ചെയ്ത 80,000-ഓളം യുക്രൈൻ പൗരന്മാർ റഷ്യയോട് ചെറുത്തുനിൽപ്പിനായി തിരികെ എത്തിയെന്ന് സെലൻസ്കി അവകാശപ്പെടുന്നു. യുക്രൈൻ റഷ്യ രണ്ടാം ഘട്ട സമാധാന ചർച്ച ഇന്ന് നടക്കാനിരിക്കുന്നു. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അതേസമയത്ത് തന്നെ ജോ ബൈഡൻ രംഗത്തെത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയും പ്രതികരിക്കില്ലെന്ന ധാരണ തെറ്റാണ് എന്ന് റഷ്യയെ ഓർമ്മിപ്പിക്കുന്നു. യുക്രൈൻ അടിയന്തര സാമ്പത്തിക സഹായവുമായി ലോകബാങ്ക് മുന്നോട്ട് വരുന്നു. റഷ്യയിലെ വിൽപ്പന മരവിപ്പിച്ച് ആപ്പിൾ പ്രഖ്യാപനം നടത്തുന്നു. മറുവശത്ത് ഇന്ത്യൻ വ്യോമസേനാ വിമാനം റൊമാനിയയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വാർ ഡെസ്കിൽ നിന്ന് സജീവ് സിവാരി. ഹാർക്കീവിൽ സൈന്യം തകർത്തത് റഷ്യൻ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്മാരകമാണ്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കെട്ടിടം ഏറെക്കാലം KGB സ്ഥാപകന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യുക്രൈനിലെ ഏറ്റവും വലിയ ലെനിൻ പ്രതിമകളിലൊന്ന് നിന്നിരുന്നതും ഇവിടെയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ചരിത്രബോധവും മനുഷ്യത്വവുമില്ലാത്ത അക്രമി സംഘമാണ് കടന്നുവരുന്നത് എന്നതിന്റെ തെളിവ്. ഇപ്പോഴിത് ഹാർക്കിവിലെ ഭരണസിരാ കേന്ദ്രമായിരുന്നുവെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് സെർഷിൻസ്കി മൈതാൻ എന്നാണ്. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ഥാപകന്റെ പേരിൽ നിർമ്മിച്ച മന്ദിരം ഇന്നത്തെ KGBയുടെ പൂർവ്വരൂപമായ ചെക സ്ഥാപിച്ചയാളാണ്. ലോകം റഷ്യയെ ഭയപ്പെട്ടത് 1917 സെർഷിൻസ്കി സ്ഥാപിച്ച ബോൾഷെവിക് സുരക്ഷാ ഏജൻസിയായ ചെകയുടെ പേരിലാണ്. ഈ മന്ദിരം പിന്നീട് ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ അധീനതയിലായി. അന്ന് പേര് ജർമ്മൻ ആർമി സ്ക്വയർ. ഔദ്യോഗിക രേഖകളിൽ ലൈബ് സ്റ്റാൻഡാർട്ടെ. സ്വാതന്ത്ര്യം നേടിയതോടെ ഫ്രീഡം സ്ക്വയറായി. അവിടെ 1964 വലിയ ലെനിൻ പ്രതിമ സ്ഥാപിച്ചു. വരെ ഫ്രീഡം സ്ക്വയറിന്റെ അടയാളം ലെനിൻ പ്രതിമയായിരുന്നു. എന്നാൽ റഷ്യ ക്രീമിയ കീഴടക്കിയതിന് പിന്നാലെ ഭരണകൂടം പ്രതിമ മാറ്റി. ഇപ്പോൾ ആ കെട്ടിടം തന്നെയാണ് കൺമുന്നിൽ തകർന്നു വീണത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കടന്നുകയറിയ ഹിറ്റ്ലർ പോലും കാണിക്കാത്ത ധാർഷ്ട്യം. പുടിനെ ഇനി ചരിത്രം അടയാളപ്പെടുത്തുക ഈ സ്ഫോടനത്തിന്റെ പേരിൽ കൂടിയാകും. വാർ ഡെസ്ക്, News18. രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വ്യോമസേന വിമാനം യുക്രൈനിലേക്ക്. ഹിൻഡൻ സൈനിക വിമാനത്താവളത്തിൽ നിന്നാണ് പുലർച്ചെ വിമാനം റൊമേനിയയിലേക്ക് പുറപ്പെട്ടത്. അതേസമയം മോസ്കോയിലെ ഇന്ത്യൻ എംബസി സംഘം യുക്രൈൻ അതിർത്തിയിലെത്തും. ഹാർക്കീവ്, സുമി മേഖലയിലുള്ളവരെ ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യം. യുക്രൈൻ അയൽ രാജ്യങ്ങളിലെത്തിയ കേന്ദ്രമന്ത്രിമാർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും.
ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കീവിലെ ഇന്ത്യൻ എംബസി പൂട്ടി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർക്കീവിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് രക്ഷാദൌത്യം കൂടുതൽ ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചത്. ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അവസരം നൽകണമെന്ന് റഷ്യൻ സ്ഥാനപതിയോട് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഹാർക്കീവ്, സുമി മേഖലകളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് മോസ്കോയിലെ എംബസി സംഘം റഷ്യ ഉക്രൈൻ അതിർത്തിയിലെത്തും. We have also sent additional teams. I think we have sent another 25 officers to all of these 4 missions neighboring Ukraine to supplement the very minimum staffing that we have in normal course. You are aware that the Prime Minister has sent 4 senior cabinet ministers as special envoys to each of these countries, and they are already either on their way or in place. And of course, these teams that are there will also supplement all of these efforts that are on the way to assist our citizens in crossing over and also their stay and facilitation in the countries concerned until we can get them on a flight back home. 20,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യുക്രൈനിൽ ഉണ്ടായിരുന്നത്. ഇതുവരെ 12,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടു. ശേഷിക്കുന്ന 8,000 പേരിൽ 4,000 ആളുകൾ പ്രശ്നബാധിത മേഖലയിലാണെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വ്യോമസേന വിമാനം C-17 ഇന്ന് റൊമേനിയയിൽ എത്തും. അടുത്ത 3 ദിവസം 26 യാത്രാ വിമാനങ്ങളും ബുഡാപെസ്റ്റ്, ബുക്കാറസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് അയക്കും. പോളണ്ട്, സ്ലൊവാക്യ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും ഉപയോഗിക്കും. ഈ രാജ്യങ്ങളിലെത്തിയ കേന്ദ്രമന്ത്രിമാർ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ന്യൂസ് 18 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ഒപ്പം ചേരുന്നു. അഭിലാഷ്, കേന്ദ്രമന്ത്രിമാർ യുക്രൈന് സമീപത്തുള്ള രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, നിരന്തരം ബന്ധപ്പെടുന്നു, വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഓപ്പറേഷൻ ഗംഗ ഊർജിതമായി പുരോഗമിക്കുകയാണ്. കൃഷ്ണരാജ്, കേന്ദ്രമന്ത്രിമാർ കൂടി ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായതോടുകൂടി വലിയ തോതിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ യുക്രൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. കാരണം ഇപ്പോൾ തന്നെ ഇന്ന് പുലർച്ചെ റൊമേനിയയിൽ നിന്ന് 218 യാത്രക്കാരുമായി വിമാനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പോളണ്ടിൽ നിന്ന് 218 യാത്രക്കാരും അതോടൊപ്പം തന്നെ 219 യാത്രക്കാരുമായി 2 വിമാനങ്ങൾ ഇപ്പോൾ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹംഗറിയിൽ നിന്ന് 222 യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടു. പോളിഷ് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ വിളിച്ച് അവിടേക്ക് പ്രതിനിധിയെ അയക്കുന്ന കാര്യം ഉൾപ്പെടെ ഉള്ളവ സംസാരിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി VK സിംഗ് ആണ് പോളണ്ടിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സൈന്യത്തിൽ ഉണ്ടായിരുന്ന അനുഭവ സമ്പത്ത് അടക്കം വളരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പോളണ്ടിൽ നിന്ന് വിമാനങ്ങൾ അയക്കുന്നു. ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മാത്രം എത്തുന്ന വിമാനങ്ങളുടെ സമയക്രമം പരിശോധിക്കുകയാണെങ്കിൽ പോളണ്ടിലെ സെസോവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള വിമാനം 6E8387 നമ്പർ വിമാനമാണ്. ഇൻഡിഗോയുടെ വിമാനമാണ്. രാവിലെ 9 മണിക്ക് ഈ വിമാനം ഡൽഹിയിലെത്തും. 6E9452 വിമാനം ഇന്ന് 11 മണിയോടെയാണ് ഡൽഹിയിലെത്തുക. ഇന്ന് വൈകുന്നേരം 5:25 ബുഡാപെസ്റ്റിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഡിഗോയുടെ 6E12 വിമാനം എത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് തന്നെ വിവിധ സമയങ്ങളിലായി വിമാനം എത്തിത്തുടങ്ങും. ആദ്യ വിമാനം ഡൽഹിയിലെത്തുന്നത് രാവിലെ 7:20 ഒരുപക്ഷെ ഈ സമയക്രമത്തിൽ വ്യോമ സഞ്ചാരത്തിനിടയിൽ ഉണ്ടാകുന്ന ആ സമയക്രമത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ 4-5 വിമാനങ്ങൾ ഇപ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ലൊവാക്യ, ഹംഗറി, റൊമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വിമാനങ്ങൾ അധികമായി എത്തുന്നതോടുകൂടി തുടർച്ചയായി യാത്രക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്കാണ് കടക്കുന്നത്. ഏതാണ്ട് 46 ഫ്ലൈറ്റുകൾ ഇപ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാദൗത്യങ്ങളിൽ ഏറ്റവും കരുത്ത് കാണിക്കുന്ന C-17 വിമാനം ഹിൻഡൻ എയർപോർട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ടുള്ളത്. ഈ വിമാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ, വെള്ളം ഉൾപ്പെടെ കരുതലോട് കൂടിയിട്ടുള്ള ഒരു യാത്ര കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് നടത്തിയിട്ടുള്ളത്. അതായത് അതിനോടൊപ്പം തന്നെ
യുക്രൈന് വേണ്ട സഹായം ദുരിതബാധിതരായ ആളുകൾക്ക് നൽകുന്നതിനുള്ള മെഡിക്കൽ സഹായങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തണുപ്പ് ഏറ്റവും കൂടി നിൽക്കുന്ന സമയം ആണ്. അങ്ങനെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ആണ് വിമാനങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. അത്തരം വിതരണം കൂടി, ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി ഇന്ന് യുക്രൈനിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് പോളണ്ട് വഴിയായിരിക്കും. പോളണ്ടിലേക്ക് പുറപ്പെടുന്ന വിമാനങ്ങളിൽ ആണ് ദുരിതാശ്വാസ സാമഗ്രികൾ കയറ്റി അയക്കുക എന്നാണ് അറിയുന്നത്. അതിനുശേഷം പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് ഇവ എത്തിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മെഡിക്കൽ സപ്പോർട്ട്, നിരവധി മെഡിസിനുകൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ സപ്പോർട്ടിന് ആവശ്യമായ മറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ യുക്രൈനിലേക്ക് അടിയന്തരമായി എത്തിക്കാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സാമഗ്രികളുടെ കയറ്റി അയക്കലും ഇന്ന് ആരംഭിക്കും. കൃഷ്ണരാജ്. ഓപ്പറേഷൻ ഗംഗ ഊർജിതമായി പുരോഗമിക്കുന്നു. ഒരു വിമാനം റൊമേനിയയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കൂടുതൽ വിമാനങ്ങൾ ഇന്ന് ഡൽഹിയിലേക്ക് എത്തും. രാവിലെ 9 മണി കഴിയുമ്പോഴേക്കും അതിൽ ആദ്യ വിമാനം എത്തും. കേന്ദ്രമന്ത്രിമാർ യുക്രൈന് അയൽരാജ്യങ്ങളിൽ തമ്പടിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നേതൃത്വം നൽകുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു KP അഭിലാഷ്. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. നവീന്റെ മരണത്തിൽ റഷ്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചു. ലോകരാജ്യങ്ങൾ നവീന്റെ മരണത്തിൽ അനുശോചിച്ചു. ഹാർക്കിവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീൻ ശേഖരപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഹാർക്കിവിലെ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖല പറഞ്ഞു. We will not only try and evacuate our nationals from that area, from that conflict zone as soon as possible, but also bring back Naveen's. നവീന്റെ മരണത്തിൽ റഷ്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചു. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. അമേരിക്ക, ചെക്ക് റിപ്പബ്ലിക് സ്ഥാനപതിമാരും അനുശോചനം അറിയിച്ചു. അതിശക്തമായ ആക്രമണം നടക്കുന്ന ഹാർക്കിവിൽ ഇന്നലെ രാവിലെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടത്. ഹാർക്കിവ് നാഷണൽ മെഡിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു നവീൻ. News18 ഡൽഹി. വീട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നവീൻ ശേഖരപ്പ. കഴിഞ്ഞ ദിവസം വീട്ടുകാരുമായി വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ശക്തമായ ആക്രമണം നടക്കുന്ന കാര്യം നവീൻ പറഞ്ഞിരുന്നു. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതോടെ യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ആശങ്കയിലാണ്. ಹೊರಗಡೆ ಶೋ ಮಾಡ್ರಿ ನೀವು ಫ್ಲಾಗ್. ಅವ್ರು ಅದನ್ನ ಹೇಳಿದ್ರು ಮಿನಿಸ್ಟರ್ ಎಷ್ಟು ಸಾಧ್ಯ ಆಗುತ್ತೆ ನಮ್ಮ ಫ್ಲಾಗ್ ಹಿಡ್ಕೊಂಡು ಬರುತ್ತೆ ಹೇಳಿ ಅಂತ. ಅದು ಮರಿಬಾರ್ದು. ನಿಮ್ಗೆ ಡೈರೆಕ್ಟ್ ಕಾಂಟ್ಯಾಕ್ಟ್ ಅದ. മരണത്തിന് മണിക്കൂറുകൾ മുൻപ് നവീൻ ശേഖരപ്പ വീട്ടുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമമുണ്ടെന്ന് വീട്ടുകാരോട് പറയുമ്പോഴും എല്ലാവരും ധൈര്യമായിരിക്കണമെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നവീൻ. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് സഹപാഠികൾ. 6 ദിവസമായി ബങ്കറിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. വിശപ്പ് അസഹ്യമായപ്പോഴാണ് നവീൻ ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയതെന്ന് ഹാർക്കിവ് നാഷണൽ സർവകലാശാലയിലെ നവീന്റെ ജൂനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഷെല്ലിംഗ് ബോംബ്സ് ഉണ്ട്, ഫയറിംഗ് ഉണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാനാണ് അവർ എല്ലാവരും ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറ്റാക്സ് ആണ് നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് ഇനി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം സീരിയസ്ലി ഇവിടെ കീവ് പോലെ തന്നെ ഹാർക്കിവ് ഇനി ആക്കാനായിട്ടുള്ള പ്ലാനിംഗ് ആണെന്ന് അറിയത്തില്ല. അതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ പ്ലീസ് ട്രൈ ടു ഇവാക്യുവേറ്റ് us from here. സുമി, കീവ് തുടങ്ങി മറ്റു നഗരങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. വെടിയൊച്ചയും സ്ഫോടന ശബ്ദവും മാത്രമാണ് കേൾക്കുന്നത്. രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലേക്ക് സ്വയം എത്തണമെന്ന നിർദ്ദേശമാണ് കൂടുതൽ അപകടകരമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 500 കുട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും എത്ര നാള് നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മിസൈലുകളും ടാങ്കുകളും ചീറിപ്പായുമ്പോൾ രക്ഷപ്പെടാനായി പുറത്തിറങ്ങുക അസാധ്യമാണ്. വാർഡെസ്ക്, News18.
യുക്രൈനിൽ നിന്ന് 11 വിദ്യാർത്ഥികൾ കൂടി ഇന്നലെ രാത്രി 12:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. കണ്ണൂർ സ്വദേശികളായ 3 പേരും കോഴിക്കോട് സ്വദേശികളായ 4 പേരും മലപ്പുറം, വയനാട്, കാസർഗോഡ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ ഗോവ വഴിയാണ് ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂരിൽ എത്തിയത്. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും എത്തിയിരുന്നു. ഓരോ നിമിഷവും ആശങ്കയോടെയാണ് യുക്രൈനിൽ കഴിഞ്ഞതെന്നും കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിലാണ് നേരിടുന്നതെന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. മകൾക്കും കൊച്ചുമകൾക്കും ഒപ്പം രാജ്യം നടന്നു കടക്കുകയാണ് ഒരു 80-കാരി. യുക്രൈനിൽ നിന്ന് ഹംഗറിയിലേക്കുള്ള ഈ യാത്രയിൽ ശാപം പോലെ ഒരു കാര്യമേ പിരോസ്ക പറയുന്നുള്ളൂ: ഇനി ഈ മണ്ണിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല. ഇവർ 3 സ്ത്രീകളാണ്. നാട് തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ്. പിരോസ്ക ബസ്കയും മകളും കൊച്ചുമകളും. 1942 യുക്രൈനിലെ ചെമൂനിൽ ജനിച്ചതാണ്. 80 കടന്നു. ഇനിയൊരു മടക്കമുണ്ടാകുമോ? ഇനി എന്ത് തരുമെന്ന് പറഞ്ഞാലും വരില്ല. വീടും ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞു പോരുകയാണ്. മകൾക്കൊരു നായയുണ്ടായിരുന്നു. അതെവിടേക്കോ ഓടിപ്പോയി. ഈ കയ്യിലുള്ളതല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ഇവിടെ ഇനി ആര് ജീവിക്കാൻ? മകൾ തയ്യൽക്കാരിയാണ്. കൊച്ചുമകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയും. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റാണ് ലക്ഷ്യം. 2 കൊച്ചുമക്കൾ അവിടെയുണ്ട്. അവരുടെ പരിമിത സൗകര്യങ്ങളിലേക്ക് ചെന്ന് കയറുകയാണ് ഈ കുടുംബം. സൈനിക സേവനം യുക്രൈൻ നിർബന്ധമാക്കിയതോടെ മകളുടെ ഭർത്താവ് 2 ദിവസം മുൻപ് തന്നെ ഹംഗറിയിലേക്ക് രക്ഷപ്പെട്ടു. 2ാം ലോക മഹായുദ്ധാനന്തര ഭീകരത നേരിൽ കണ്ടയാളാണ് ബസ്ക. ഹിറ്റ്ലറുടെ ജർമ്മനി കീഴടക്കിയ യുക്രൈനിലെ യുദ്ധക്കെടുതികൾ അനുഭവിച്ചയാൾ. പോകുമ്പോൾ തിരിഞ്ഞുനോട്ടമില്ലാതെ അവർ പറയുന്നു: ഇനി എനിക്ക് ഉറങ്ങാനാകില്ല. പഴയ ഒരു മരം പറിച്ചു നട്ടാൽ അതിന് വേര് പിടിക്കില്ല, കരിഞ്ഞുപോകും. ഉള്ളിൽ തട്ടി ബക്സ പറയുന്നത് സ്ഫോടന ശബ്ദങ്ങൾക്കിടെ ആരു കേൾക്കാൻ? വാർഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനാണ് ഹർജി നൽകിയത്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 2 അഭിഭാഷകരുടെ കുട്ടികളടക്കം യുക്രൈനിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതുകൂടാതെ നിരവധി മലയാളി വിദ്യാർത്ഥികളും അവിടെയുണ്ട്. ഇന്ത്യയിലെ യുക്രൈൻ സ്ഥാനപതിക്ക് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ഇന്ന് ചർച്ച നടക്കും. നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ വിഭാഗീയത മുളപൊട്ടുന്നു എന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങാൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിൽ നാളെ ചർച്ച നടക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് നാളെ നേതൃത്വം മറുപടി പറയും. സംസ്ഥാനത്തിന്റെ വികസനത്തിന് സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന് CPM. സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയിലാണ് പാർട്ടി നയം വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് തീരുമാനം. പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായാണ് നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന പേരിൽ രേഖ അവതരിപ്പിച്ചത്. 25 വർഷത്തെ സംസ്ഥാന വികസനം മുന്നിൽ കണ്ടാണ് CPMന്റെ നയരേഖ. നാടിന്റെ താൽപര്യത്തെ ഹനിക്കാത്ത മൂലധനം സ്വീകരിക്കേണ്ടി വരുമെന്ന് CPM വ്യക്തമാക്കുന്നു. കേരളത്തിലെ സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 5 മുതൽ 10 വർഷം വരെയുള്ള വികസന പദ്ധതികൾ തയ്യാറാക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശനാനുപാതം 37 നിന്ന് 5 വർഷം കൊണ്ട് 50% ഉന്നത വിദ്യാഭ്യാസത്തെ ലോക നിലവാരത്തിലെത്തിക്കണം. സർക്കാർ സഹകരണ മേഖലകൾക്ക് പുറമെ PPP മാതൃകയിലും സ്വകാര്യ മേഖലയിലും വൻകിട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉത്പാദന മേഖലയുമായി ബന്ധിപ്പിക്കണമെന്നും
നയരേഖ നിർദ്ദേശിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർന്നോ എന്ന് പരിശോധിക്കണം. പുതിയ കാലത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി സിലബസ് നവീകരിക്കണം. SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഗൗരവമായി വിലയിരുത്തണം. ആരോഗ്യരംഗത്ത് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പാലിയേറ്റീവ് രംഗത്തെ പാർട്ടി ഇടപെടൽ ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകൾക്കു ശേഷം ഇടതുമുന്നണിയും രേഖയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷമാകും മുൻഗണന നിശ്ചയിച്ച് സർക്കാർ ഇവ നടപ്പാക്കുക. VV അരുൺ, News 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ മുതിർന്ന നേതാക്കൾക്കും മന്ത്രിമാരായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും വിമർശനം. മന്ത്രിമാർ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. മുതിർന്ന നേതാക്കളായ EP ജയരാജനും G സുധാകരനെതിരെയും റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കം സ്വയം വിമർശനപരമായ പരാമർശങ്ങളുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമ്മേളന കാലയളവിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിലും ചില അംഗങ്ങൾ വീഴ്ച വരുത്തി. മന്ത്രിമാരായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തിരുവനന്തപുരത്തുണ്ടെങ്കിലും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കമ്മിറ്റിയിൽ പങ്കെടുത്ത ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന രീതിയാണ് കാണുന്നതെന്നും വിമർശനമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾക്ക് G സുധാകരനെതിരെ സ്വീകരിച്ച നടപടി റിപ്പോർട്ടിൽ പരാമർശിച്ചു. സുധാകരന്റെ തെറ്റ് പാർട്ടി തിരുത്തിയെന്നും പ്രവർത്തന പാരമ്പര്യവും പാർട്ടിക്ക് നൽകിയ സേവനവും പരിഗണിച്ചാണ് ഈ തിരുത്തലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാടും ആലപ്പുഴയും സമ്മേളനങ്ങളിൽ കടുത്ത വിഭാഗീയ നീക്കങ്ങൾ ഉണ്ടായി. ഏരിയ തലത്തിലാണ് വിഭാഗീയത ശക്തമായി നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലാ സമ്മേളനത്തിലുണ്ടായ ചില സംഭവങ്ങൾ CPM സമ്മേളനങ്ങളുടെ ആകെ ശോഭകെടുത്തിയെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പരസ്യ വിമർശനവുമായി സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ജില്ലാ ഘടകം എടുത്തത് മൃദുവായ നടപടിയാണെന്നും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കർശന നടപടി ഉറപ്പാക്കേണ്ടി വന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യത്തിൽ ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗത്തിന് വീഴ്ച പറ്റിയെന്നും വിമർശനമുണ്ട്. വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചുവെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴും പാലക്കാടും എറണാകുളത്തും ആലപ്പുഴയിലുമുണ്ടായ സംഭവങ്ങൾ മുളയിലെ നുള്ളണമായിരുന്നുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. G സുധാകരനും EP ജയരാജനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ പോലും തുറന്ന വിമർശനം ഉന്നയിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. CPM സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News 18. CPM സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി News 18 കേരളം. വായ്പ വാങ്ങുമ്പോൾ കാണാച്ചരട് പാടില്ല എന്നതായിരുന്നു ഇടത് നയമെന്നും എന്നാൽ പറഞ്ഞതെല്ലാം CPM ഇപ്പോൾ തിരുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADB-കാരന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ചവരാണ് CPM. ഇതെല്ലാം എറണാകുളത്ത് അവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ ലോണുകളെല്ലാം പോരട്ടെ എന്നതിലേക്ക് CPM മാറിയെന്നും സതീശൻ കാസർകോട്ടെ സിൽവർ ലൈൻ വിരുദ്ധ സമരവേദിയിൽ പറഞ്ഞു. ഭക്തിയുടെ നിറവിൽ ശിവരാത്രി ആഘോഷം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമായാണ് ശിവരാത്രി ആഘോഷം. കൂവളത്തിന്റെ ഇലകൾ ശിവനർപ്പിച്ചും ഉപവാസമനുഷ്ഠിച്ചും രാത്രി ഉറക്കമിളച്ചും ഭക്തർ ശിവരാത്രി ആഘോഷിച്ചു. സംസ്ഥാനത്ത് വിവിധ ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് നടന്നത്. വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലും ചെങ്കൽ ശിവക്ഷേത്രത്തിലും ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ആലുവ മണപ്പുറത്തും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുന്നു. ശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണത്തിനുമായി ആയിരങ്ങളെത്തി.
കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമടക്കം വിവിധ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും ആഘോഷ പരിപാടികളും നടന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം വിപുലമായ ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ആലുവ മണപ്പുറത്ത് തുടരുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ചടങ്ങുകൾ. വലിയ തിരക്കാണ് ആലുവയിൽ അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ഒപ്പം ചേരുന്നു. ഡാനി, ശിവരാത്രി പകലിന് വഴിമാറുകയാണ്, പക്ഷേ ആലുവ മണപ്പുറത്ത് ഇപ്പോഴും തിരക്കായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ രാത്രിയോടുകൂടി അനുഭവപ്പെട്ട് തുടങ്ങിയ തിരക്ക്, പ്രത്യേകിച്ച് മഹാശിവരാത്രിയോടനുബന്ധിച്ച് അനുഭവപ്പെട്ട് തുടങ്ങിയ തിരക്ക് ഇപ്പോൾ ബലിതർപ്പണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ, അതായത് വളരെ അതിരാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. അതിൻ്റെ ഒരു വലിയ തിരക്കിലേക്ക് ഇപ്പോൾ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായും അതോടൊപ്പം തന്നെ പിതൃതർപ്പണ ഭാഗമായും എല്ലാം തന്നെ വലിയ തിരക്കിലേക്ക് ഈ ക്ഷേത്ര പരിസരം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തത്തിന് ആലുവ മണപ്പുറം അതിന് വേദിയാകാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് പാലിച്ചുകൊണ്ട് പലപ്പോഴും ചടങ്ങുകൾ ഒഴിവാക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം പൂർണ്ണമായും തന്നെ ഇത് ഒഴിവാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ കോവിഡ് സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും അതിനൊരു ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിത പ്രോട്ടോക്കോൾ അടക്കം പാലിക്കുന്നുണ്ട്. ക്ഷേത്ര പരിസരത്ത് 150ഓളം ബലിത്തറകളാണ് ഇതിന് സജ്ജമാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ളൊരു വിപുലമായ തയ്യാറെടുപ്പും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അടക്കം ആലുവ നഗരസഭയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. 6ഓളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നു. KSRTC പ്രത്യേക ബസ് സർവീസ് ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും വിപുലമായ രീതിയിൽ സർവീസുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണി മുതൽ തന്നെ സർവീസുകൾ ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയും സർവീസ് ഉണ്ടായിരുന്നു. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു തിരക്ക്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിട്ടുനിന്ന ഒരു ഇവിടേക്കുള്ളൊരു തിരക്ക് ഇപ്പോൾ പൂർണ്ണ തോതിൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി. നേരത്തെ എല്ലാം തന്നെ നമ്മൾ ആലുവ മണപ്പുറം ശിവരാത്രി ആഘോഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗങ്ങളുണ്ട്. അതിപ്പോൾ പൂർണ്ണമായും അനർത്ഥമാക്കുന്ന രീതിയിലേക്ക് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെയും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ആലുവ മണപ്പുറത്ത് തുടരുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ചടങ്ങുകൾ. വലിയ തിരക്കാണ് ഇപ്പോഴും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡാനി പോൾ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ അട്ടപ്പാടിയിലെ പ്രധാന ശിവരാത്രി ഉത്സവമായ മല്ലീശ്വരൻ വിളക്ക് ആഘോഷമാക്കി ഊര് നിവാസികൾ. സംസ്ഥാനത്തെ പ്രധാന ആദിവാസി ക്ഷേത്രമാണ് അട്ടപ്പാടിയിലെ മല്ലീശ്വര ക്ഷേത്രം. 106 മലപ്പൂജാരിമാരാണ് ഇത്തവണ വിളക്ക് തെളിക്കാൻ മല കയറിയത്. മല്ലീശ്വരൻ മുടിയിൽ വിളക്ക് തെളിഞ്ഞതോടെ വിവിധ ഊരുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലേക്ക് ആട്ടവും പാട്ടുമായി എത്തിയത്. പൊട്ടിക്കൽ അബ്ബണ്ണൂർ ഊരുകളിൽ നിന്നായി 106 മലപൂജാരിമാരാണ് ഇത്തവണ മല കയറിയത്. പൊട്ടിക്കൽ ഊരിലെ ചന്ദ്രൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് മലപൂജാരിമാർ മല്ലീശ്വരൻ മുടിയിലേക്ക് യാത്ര തിരിച്ചത്. പച്ചമഞ്ഞൾ അരച്ചിട്ട് അതിൽ തീർത്ഥം ഉപയോഗിച്ചിട്ടാണ് അഭിഷേകമായിട്ട് അല്ലെങ്കിൽ തീർത്ഥമായിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് അന്നത്തെ ദിവസം ഇതാക്കണം. മറ്റുള്ളവരായിട്ട് സമ്പർക്കം ഉണ്ടാവില്ല. പുറമേയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾക്കായിട്ട് കുറവായിട്ട് നമ്മുടെ മലയിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്രതാനുഷ്ഠത്തോടെയാണ് ഞങ്ങൾ മലയിൽ കയറുന്നത്. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിൽപ്പെട്ടവരാണ് മല്ലീശ്വരൻ മുടിയിലേക്കുള്ള എണ്ണയും തിരിയും ഊരു നിവാസികൾക്ക് എത്തിച്ചു നൽകുക. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ഇന്നുച്ചയോടെ മല്ലീശ്വരൻ മുടിയിൽ നിന്ന് ശേഖരിച്ച തീർത്ഥവുമായി മലപൂജാരിമാർ തിരികെ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. ന്യൂസ് 18 പാലക്കാട്. കോൺഗ്രസ് പുനഃസംഘടന ഹൈക്കമാൻഡ് നിർത്തിവെപ്പിച്ചെങ്കിലും പുനഃസംഘടന കൂടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. തന്റെ ആവശ്യമുന്നയിച്ച് സോണിയാഗാന്ധിയെ നേരിട്ട് കാണാനാണ് സുധാകരന്റെ നീക്കം.
മുൻപ് പുനഃസംഘടന നടത്തരുതെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം നിഷേധിച്ച ഹൈക്കമാൻഡ് ചില എംപിമാരുടെ പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തിയത് ചൂണ്ടിക്കാണിച്ചാണ് സുധാകരന്റെ നീക്കം. തികച്ചും അപ്രതീക്ഷിത സമയത്തുണ്ടായ ഹൈക്കമാൻഡ് നീക്കത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കെ സുധാകര പക്ഷം. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പുനഃസംഘടന എന്ന വാദത്തെ തുടക്കം മുതൽ എതിർക്കുന്നവരായിരുന്നു ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ് നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ലിസ്റ്റ് തയ്യാറായി. ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ അവസാനവട്ട അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ലിസ്റ്റ് കൈമാറാനിരുന്നപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടു. എംപിമാരുടെ പരാതിയാണ് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രമുഖ നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പുനഃസംഘടന നിർത്തിവെക്കാൻ നടത്തിയ അഭ്യർത്ഥനകൾ നിരാകരിച്ച ഹൈക്കമാൻഡ് 4 എംപിമാരുടെ പരാതിയിൽ എങ്ങനെ ഇടപെട്ടു എന്നതാണ് സുധാകരന്റെ ചോദ്യം. ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം ഉണ്ടായി എന്നാണ് സുധാകരപക്ഷം വിശ്വസിക്കുന്നത്. താൽക്കാലികമായി പുനഃസംഘടന നിർത്തിവെച്ചെങ്കിലും പുനഃസംഘടന നടന്നേ തീരൂ എന്നാണ് സുധാകരന്റെ നിലപാട്. ആവശ്യമുന്നയിച്ച് സോണിയാഗാന്ധിയെ കാണാൻ നീക്കമുണ്ട്. കേരളത്തിലുള്ള AK ആന്റണിയെയും വിഷയം ധരിപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 ജില്ലകളിൽ 57 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 670 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. അതേസമയം മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട ആവേശത്തിലേക്ക് എത്തുകയാണ്. 5 ഘട്ടങ്ങളിലായി ഇതുവരെ 292 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. അവസാന 2 ഘട്ടങ്ങളിൽ 111 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 10 ജില്ലകളിലെ 57 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. ഖൊരഗ്പൂർ, അംബേദ്കർ നഗർ അടക്കമുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 670 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഗോരഖ്പൂർ അർബൻ മണ്ഡലത്തിൽ നിന്നാണ് യോഗി മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് സുഭാവതി ശുക്ലയാണ് പ്രധാന എതിരാളി. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും മത്സരിക്കുന്നുണ്ട്. ഖാജനി മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി ശ്രീരാം ചൌഹാനാണ് BJP സ്ഥാനാർത്ഥി. ഫാസിൽ നഗറിൽ BJPയിൽ നിന്ന് രാജിവെച്ച മുൻ സംസ്ഥാന മന്ത്രി സ്വാമി പ്രസാദ് മൗര്യയാണ് മത്സരിക്കുന്നത്. സംസ്ഥാന മന്ത്രിമാരായ സൂര്യപ്രതാപ് സാഹി, ആനന്ദ് സ്വരൂപ് ശുക്ല, ഗിരീഷ് ചന്ദ്ര യാദവ് എന്നിവരും 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. 5ാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണിപ്പൂരിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ന്യൂസ് 18 ഡൽഹി. തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സുരേഷ് കുമാറിന്റെ പത്തോളജിക്കൽ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ഹൃദയാഘാതത്തിന്റെ കാരണം മനസ്സിലാക്കാനാണ് പത്തോളജിക്കൽ പരിശോധന നടത്തിയത്. മരണകാരണം ഹൃദയാഘാതം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. സുരേഷിന്റെ മരണം കസ്റ്റഡി മരണം മൂലമെന്നായിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ അന്വേഷണത്തിനും നിർദ്ദേശിച്ചിരുന്നു. രേഖാമൂലം പരാതി ലഭിച്ചാൽ വിശദമായ അന്വേഷണം നടത്താമെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ നിലപാട് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം പാലോട് ഭാര്യ ഭർത്താവിനെ തലയ്ക്കടിച്ചു കൊന്നു. പാലോട് കുറുപുഴ വെമ്പിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷിജുവാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കല്ലുകൊണ്ടാണ് തലയ്ക്കടിച്ചത്. ഷിജുവിന്റെ ഭാര്യ സൗമ്യയെ പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. വൃക്ഷത്തൈ നട്ടതിലെ ക്രമക്കേടിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഫോറസ്റ്റ് വിജിലൻസ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. അതേസമയം കരാറുകാർക്കൊപ്പം ഉദ്യോഗസ്ഥരുടെ പങ്കും വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി അടിയന്തരമായി ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗം മേധാവിയോട് വനം മന്ത്രി ആവശ്യപ്പെട്ടു. ഹൈവേ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മുറിക്കുന്ന 2354 മരങ്ങൾക്ക് പകരം വച്ചുപിടിപ്പിച്ച 26,000 വൃക്ഷത്തൈകളിൽ 70% ഉണങ്ങി നശിച്ചിരിക്കുന്നു. തൈ പരിപാലനത്തിനും ചാണകം വാങ്ങിയതിനുമെല്ലാം ലക്ഷങ്ങളുടെ ക്രമക്കേടും കണ്ടെത്തിയതാണ്. ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കും വ്യക്തമായിരുന്നു. ഫോറസ്റ്റ് വിജിലൻസ് മേധാവി ഗംഗാ സിംഗ് വനം മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ അഴിമതി സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ തൈകൾ നട്ടുപരിപാലിക്കുന്നതിൽ ഗുരുതരമായ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്നതാണ് റിപ്പോർട്ടെങ്കിലും ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എവിടെയും പറയുന്നില്ല. സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ തുക കരാറുകാരനിൽ നിന്ന് ഈടാക്കണമെന്ന് റിപ്പോർട്ട് പറയുന്നു. കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിനെ അധികരിച്ചാണ് വിജിലൻസ് മേധാവി വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. വൃക്ഷത്തൈ നടൽ അഴിമതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഉടൻ ഗംഗാ സിംഗിനോട് വനം മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ക്രമക്കേട് കരാറുകാരന്റെ തലയിൽ കെട്ടിവെച്ച് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് ഗംഗാ സിംഗിന്റെ റിപ്പോർട്ടെന്നാണ് ആരോപണം. വൃക്ഷത്തൈ ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥരെ തൊടാതെയുള്ള റിപ്പോർട്ടാണിത്. നഷ്ടം കരാറുകാരിൽ നിന്ന് ഈടാക്കി പ്രശ്നം ഒതുക്കാനാണ് ഇപ്പോൾ അണിയറ നീക്കം നടക്കുന്നത്. എസ് വിനേഷ് കുമാർ, News18 കോഴിക്കോട്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നിർണായക മത്സരം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഇന്ന് പരാജയപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെമി സാധ്യതകൾ അവസാനിക്കും. 18 കളിയിൽ 30 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. 4ാമതുള്ള മുംബൈ സിറ്റിക്ക് 18 കളിയിൽ 31 പോയിന്റാണുള്ളത്. സീസണിൽ ഇരു ടീമുകളും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സാണ് ജയിച്ചത്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്കാരം.